എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. എൻ്റെ അടുത്ത് എന്നെ കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചോദിക്കാറുണ്ട്, ഒരു പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അത് എങ്ങനെയാണ്, അതായത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലോങ് വീഡിയോസും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അപ്ലോഡൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇതിലൂടെ ആൾക്കാർ കണ്ട് മനസ്സിലാക്കിക്കോളും. അപ്പോൾ അറിയാമെന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നമ്മൾ സൈൻ ചെയ്യണം. സൈൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി പാസ്വേഡും വേണം. ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം neetu0215 എന്നായിരിക്കും, gmail.com എന്നായിരിക്കും ഇമെയിൽ ഐ ഡി. പാസ്വേഡ് എന്ന് പറഞ്ഞപ്പോൾ 12356 എന്നായിരിക്കും പാസ്വേഡ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ട ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാതെ നമ്മുടെ ഇപ്പോൾ സ്വന്തം ചില നിക് നെയിം ആയിരിക്കും കൊടുക്കുക. നിക് നെയിം ഒന്നും കൊടുക്കാതെ ഫസ്റ്റ് നെയിം, അതായത് നമ്മുടെ ഫുൾ നെയിം തന്നെ കൊടുക്കുക. ഇപ്പോൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിക്കോണം. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്, എൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പേര്, അല്ലെങ്കിൽ ABCD അല്ലെങ്കിൽ 123 4 അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് .gmail.com എന്നായിരിക്കും. അപ്പോൾ ഇമെയിൽ ഐ ഡി കംപ്ലീറ്റ് ആയി. പിന്നെ അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 1 2 3 അങ്ങനെയൊന്നും കൊടുക്കാതെ ഒന്നിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. 4-5 ഓപ്ഷൻ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പ്ലസ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും 4-5 ഓപ്ഷൻ നമുക്ക് കാണാം. അതിലൊരു ഓപ്ഷനാണ് ഷോർട്സ്, പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റ് വീഡിയോ അഥവാ ലോങ് വീഡിയോസ്, പിന്നെ അതുപോലെ തന്നെ ലൈവ്, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോസ് എന്ന് ഉദ്ദേശിക്കുന്ന 1 മിനിറ്റ് താഴെയുള്ള വീഡിയോസിനെയാണ് ഷോർട്ട് വീഡിയോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഷോർട്ട് വീഡിയോസ് കൂടുതൽ ഇടുന്നവർ നമുക്ക് വ്യൂസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ കൂടുതൽ ആൾക്കാർ കാണും. നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് വീഡിയോ കേട്ടോ. ക്രിയേറ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വീഡിയോ ആണെങ്കിലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതൊരു 1 മിനിറ്റിന് മുകളിലോട്ടുള്ള ലോങ് വീഡിയോസിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടൻറ്റൊക്കെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റൊക്കെ കൊടുത്ത് ഇടുന്ന വീഡിയോ ആണ് ലോങ് വീഡിയോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലൈവാണ്. ലൈവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ ലൈവ് പോകുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം, അവർ പറയുന്നത് നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി പോസ്റ്റ്. ടെൻഷൻ ഗൈസ്, കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലുള്ള ഇതാണ് കേട്ടോ. അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മളിപ്പോൾ പോസ്റ്റ് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യണം. ആ സമയത്ത് ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഒരുപാട് ആൾക്കാർ നമ്മളെ ഫോട്ടോസ് കാണും, ലൈക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ രാത്രി 10 മണിക്ക് ഒരു വീഡിയോ ഇടണം. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇടുമ്പോൾ നമ്മൾ കണ്ടന്റും കൂടെ ഇടും. അപ്പോൾ അത് നമ്മളിപ്പോൾ ലിങ്ക് പേസ്റ്റ് ചെയ്തിടുമ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ആൾക്കാരെടുത്ത് കാണുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സപ്പോർട്ട് ചെയ്യണം.